ഹായ് നമസ്കാരം. സിക്സർ ഫിഷിങ്ങിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത്, ഞാൻ നോർമലി ഇന്നൊരു ഫിഷിംഗ് ട്രിപ്പിന് പോകാനായിട്ട് റെഡിയായി വണ്ടിയുമായിട്ടൊക്കെ വന്നിരിക്കുകയാണ്. അപ്പോൾ അതാണ് നമ്മുടെ വീഡിയോ. നമ്മുടെ അഴീക്ക ബീച്ചിൽ പോയി സബുക്കി ഫിഷിങ് ചെയ്യണമെന്നൊരാഗ്രഹമുണ്ട്. കുറേ നാളായി ഫിഷിങ്ങൊക്കെ ചെയ്തിട്ട്. ഫിഷിങ് ഞാൻ ചെയ്യുന്നുണ്ട്, പക്ഷേ വീഡിയോ ഇടുന്നില്ലെന്നേ ഉള്ളൂ. നമ്മൾ വീഡിയോ ഇടുന്നതിനൊരു ചടങ്ങാണ്, അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഇടാത്തത്. അപ്പോൾ സബുക്കി നമുക്ക് 70 രൂപയ്ക്ക് ഹവാസിൻ്റെ ഒരു സബുക്കി വന്നിട്ടുണ്ട്. 70 രൂപയ്ക്ക് ഇത് 3 വെയിറ്റ്, നല്ല വെയിറ്റോട്. സബുക്കി അടിക്കുമ്പോൾ നല്ല മാക്സിമം നല്ല വെയിറ്റ് വേണം. ഒരുവിധം പക്ഷേ മീൻ പേടിക്കുന്ന വെയിറ്റ് ഒരിക്കലും ഉപയോഗിക്കും. കണ്ണി കണ്ട ഈ പ്ലഗ്, പിന്നെ ആവശ്യമില്ലാത്ത എക്സ്ട്രാ കല്ല് അങ്ങനെയൊന്നും സബുക്കിക്ക് ഉപയോഗിക്കരുത്. കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മളിത് സബുക്കി എന്ന് പറയുന്ന സാധനം, നമ്മൾ കല്ല് ഇത് ഒരു ഒറ്റ ലൈനകത്ത് ഒരു 6 ചൂണ്ട വരുന്നതാണ്. സബുക്കി അറിയാം എല്ലാവർക്കും, എന്നാലും അറിയാത്തവർക്കായിട്ട് ഞാൻ പറയുകയാണ്. ഒരു ലൈനകത്ത് 6 ചൂണ്ടയാണ് വരുന്നത്. ഇത് കണ്ടോ, ഇതാണ് സബുക്കിയുടെ ഡിസൈൻ. ലാസ്റ്റ് എൻഡിലാണ് നമ്മൾ വെയിറ്റ് ഇടുന്നത്. വെയിറ്റ് ഈ മീൻ പേടിക്കുന്ന രീതിയിലുള്ള ഏതെങ്കിലും രൂപത്തിലുള്ള എന്തെങ്കിലും ഒരു കല്ലോ, അല്ലെങ്കിൽ എന്തുവാ അതിൻ്റെ പറയുന്നത്, ഈ സ്കൂട്ടറിൻ്റെ പ്ലഗ് ഉണ്ടല്ലോ, യമഹായുടെയൊക്കെ വരുന്ന പ്ലഗ്, അതൊന്നും ഈ സബുക്കിയുടെ ലാസ്റ്റ് എൻഡിൽ ഉപയോഗിക്കും. ഫിഷിങ്ങിന് ഉപയോഗിക്കരുത്. അത് സാധാരണ ബെയ്റ്റ് ഫിഷിങ്ങിന് ഉപയോഗിക്കാൻ, സബുക്കിക്ക് ഒരിക്കലും ഉപയോഗിക്കരുത്. എന്ന് വെച്ചാൽ മീൻ പിടിക്കത്തില്ല. നമ്മൾ എറിയും, ചുറ്റും മീൻ നോക്കുമ്പോഴത്തേക്ക് ഇതിനെ ചേസ് ചെയ്ത് വരുന്ന ആ പ്ലഗൊക്കെ ആയിരിക്കും കൂടി. അപ്പോൾ മീൻ അടുത്തോട്ട് ചെല്ലത്തില്ല, മീൻ തൊടത്തില്ല, പേടിച്ചു പോകും. എൻ്റെ അനുഭവം ഞാൻ പറയുന്നത്. നമ്മൾ വെയിറ്റിന് വേണ്ടി മറ്റുള്ള സാധനം, അപ്പോൾ വെയിറ്റ് ഉപയോഗിക്കുമ്പോഴത്തേക്ക് മീൻ പേടിക്കാത്ത തരത്തിലുള്ള സാധനങ്ങൾ ഉപയോഗിക്കാവൂ. അതാണ് ഫസ്റ്റ്. ഫിഷിങ്ങിന് ഒത്തിരി കാര്യങ്ങളുണ്ട്. ഫിഷിങ്ങിന് ചുമ്മാതെ പോയാൽ മീൻ കിട്ടത്തൊന്നുമില്ല, അത് അറിയേണ്ട കുറേ കാര്യങ്ങൾ. അപ്പോൾ ഇതൊരു ടിപ്സാണ് നിങ്ങൾ കണക്കാക്കുക. വെയിറ്റ് തന്നെ ഉപയോഗിക്കണം. ചെറിയ വെയിറ്റ് ഇട്ടാൽ അത്രയും നല്ലത്. ലെങ്തിൽ എറിയാൻ പറ്റുന്നുണ്ടെങ്കിൽ അത്രയും നല്ലത്. ചെറിയ സാധാരണ ഈ മണി വെയിറ്റ് ഉണ്ടല്ലോ, ഇത്തരം വെയിറ്റ്, അല്ലെങ്കിൽ ഇച്ചിരി ലെങ്തിൽ എറിയണമെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള വെയിറ്റ്, അല്ലെങ്കിൽ ക്യൂബ് വല്ല ഈ നല്ല ക്യൂബ് കണക്കുള്ളതുണ്ട്, എന്തുവാണ് പറയുന്നത്, ഗൾഫിലൊക്കെ കിട്ടുന്ന കണക്കല്ല, കുഴവി കണക്കിരിക്കുന്ന അത്തരം വെയിറ്റ് ഉപയോഗിക്കാം. എന്ന് വെച്ചാൽ മീൻ പേടിക്കരുത്. അപ്പോൾ അത്തരം വെയിറ്റുകളാണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഇതിന് 3 വെയിറ്റ്, ഇപ്പോൾ നമ്മൾ കാണിച്ച 3 വെയിറ്റ് സഹിതം സബുക്കി നമുക്കുണ്ട്. ഹവാസിൻ്റെ 100 രൂപ. ഇപ്പോൾ സബുക്കി മാത്രമാണെങ്കിൽ 70 രൂപ. സെൻഡിങ് ചാർജ് 50 രൂപ. നമ്മുടെ ഗൂഗിൾ പേ നമ്പർ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, 9496262571 ആണ്. അപ്പോൾ അതാണ് എന്നെ വിളിക്കേണ്ട നമ്പരും വാട്സപ്പ് നമ്പരും ഗൂഗിൾ പേ നമ്പരും. വേണ്ടവർ വീഡിയോ സബുക്കി വേണം, ഹവാസിൻ്റെ സബുക്കി വേണം, 100 രൂപയുടെ അല്ല 150 രൂപയുടെ 3 വെയിറ്റ് സഹിതം കിട്ടും. അല്ലെങ്കിൽ 120 രൂപ ഇട്ട് കഴിഞ്ഞാൽ സെൻഡിങ് ചാർജ് സഹിതം നമുക്കൊരു സബുക്കി അയക്കാം. എത്ര സബുക്കി അയക്കുന്നതിന് 50 രൂപ സെൻഡിങ് ചാർജ്. ഓക്കെ, നെക്സ്റ്റ്. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട ഇതെല്ലാം ബാൾ ബെയറിംഗ് ആണ്. ബെയറിംഗ് എന്ന് പറയുന്ന സാധനം നമ്മുടെ എല്ലാ ഷിമാനോ, അതുപോലെ തന്നെ RXLT, ഡൈവാഡ സീരീസിലുള്ള എല്ലാ റീലുകളുടെയും, ഷിമാനോയുടെ റീലുകളുടെ എല്ലാം നമുക്ക് ബെയറിങ്ങുകളുണ്ട്. എന്നുവെച്ചാൽ രണ്ട് നമ്മുടെ ഗിയറിൻ്റെ 2 വശങ്ങളിൽ വിടുന്ന ബെയറിങ്, സെൻറ്റർ ഷാഫ്റ്റിന് ഇടുന്ന ബെയറിങ്, അതാണ് മെയിനായിട്ട് ബെയറിങ്ങുകൾ. ഇതെല്ലാം നമുക്കുണ്ട്. ഡൈവാഡ ബ്രാൻഡിലെ എല്ലാ ബ്രാൻഡിനും ഇടാൻ പറ്റും. ഷിമാനോയുടെ റീലുകൾക്കുള്ള എല്ലാം നമ്മൾ പറഞ്ഞ് ചെയ്യിപ്പിച്ചിട്ട്. പിന്നെ ഡൈവാഡ ബെയിൽ സ്പ്രിങ് ആം, ആ വെയിലിനകത്തിടുന്ന ഒരു സ്പ്രിങ് ഉണ്ടല്ലോ, അതുകൊണ്ട് ലോക്ക് തട്ടിപ്പോവുകയാണെങ്കിൽ അതിടാനുള്ള ഇതിന് 50 രൂപ. ഒരു ബെയറിങ്ങിന് 100 രൂപ. അത് ഞാൻ സെപ്പറേറ്റ് വീഡിയോ ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ട്, ഇടാൻ പറ്റുന്നില്ല, അതുകൊണ്ട് വരാം. അപ്പോൾ ഇപ്പോൾ ഈ വീഡിയോയ്ക്ക് അത് ചെയ്തപ്പോഴത്തേക്ക് മൊത്തത്തിലങ്ങ് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെ ആവശ്യമുള്ളവർ വിളിക്കുക. വെയിലാം സ്പ്രിങ് വേണമെന്നുണ്ടെങ്കിൽ അത് ചെയ്ത് തരാം. 50 രൂപ, സെൻറ്റിങ് 100 രൂപ ടോട്ടൽ ഒരു പീസ് അയക്കുന്നതിന്. അത് മനസ്സിലാക്കുക. അതുപോലെ ബെയറിങ്ങും നമുക്കുണ്ട്. സ്വന്തമായിട്ട് അഴിച്ച് ബെയറിങ് മാറ്റാൻ പറ്റുന്നവർ ചെയ്യുക. അല്ലെങ്കിൽ ഇവിടെ കടയിൽ കൊണ്ടുവന്നാൽ നമ്മൾ ശരിയാക്കി കൊടുക്കും, സ്പോട്ട് ശരിയാക്കി കൊടുക്കും. പിന്നെ പുതിയ ഷിമാന മേടിക്കുന്നവർക്ക് ആ നീല ചക്രം ഉണ്ടല്ലോ, അതിൻ്റെ ബെയറിങ്ങിൻ്റെ പകരം ഒരു നീല ഡിസ്ക് പോലത്തെ ഒരു സാധനം, ഇതുപോലത്തെ സാധനം നീല, ഇപ്പോൾ നോക്കിയപ്പോൾ കണ്ട് ഇതുപോലത്തെ തന്നെ നീല സാധനങ്ങൾ കാണും. അതൊക്കെ വെറും പ്ലാസ്റ്റിക്. ഇത് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് തേഞ്ഞ് പോകും, പ്ലേ ആകും, അത് സ്മൂത്ത് ആകത്തില്ല. അപ്പോൾ അതിനൊക്കെ മാറ്റിയിട്ട് നമുക്ക് ബെയറിങ് ഇടാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഞാനിത് ഫിഷിങ്ങിന് പോകാൻ പോവുകയാണ്. ഫിഷിങ് ചെയ്യുന്ന വീഡിയോ ഇപ്പോൾ എനിക്ക് ലൈവ് ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ നെക്സ്റ്റ് വീഡിയോയ്ക്ക് ചിലപ്പോൾ ഇന്ന് തന്നെ, ചിലപ്പോൾ ഒക്കെ ചെറിയ വീഡിയോ ഞാൻ ഇടും, അത് കാണാം. അപ്പോൾ നമ്മൾ ഫിഷിങ്ങിന് പോവുകയാണ്. വെയിറ്റ് എടുക്കുക. നമ്മുടെ ഒരു അനിയൻ്റെ മോനും എൻ്റെ കൂടെ ഉണ്ട്, ചൂണ്ടയ്ക്ക് വരാനായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അതിൻ്റെ പണി നടത്താം നമുക്ക്. ഞങ്ങൾ അഴീക്ക ബീച്ചിലേക്കാണ് പോകുന്നത്. അഴീക്ക ബീച്ചിൽ പോയുള്ള വീഡിയോസ് നമ്മളിതിൻ്റെ പുറകെ വരുന്നുണ്ട്. മകനെ എന്തെടുക്കാൻ പോകുന്നു? കയറ്. അല്ല ഇവിടെ ഇല്ലേ, പിന്നെ കേട്ടാ അങ്ങോട്ട് പോന്നെ. വാ, കേട്ടാ അവിടെ ഇല്ലേ. അപ്പോൾ നമുക്ക് വണ്ടി മോൻ വരുന്നുണ്ടോ? ചൂണ്ടയ്ക്ക് വരുന്നുണ്ടോ? അത് നമുക്ക് ബീച്ചിൽ പോയി ചൂണ്ടയിടാം. ചൂണ്ടയിടാം. റെഡിയാണോ? കയറി കാർ കയറി വാ. അയ്യോ, തല ഇടിച്ചോടാ.
വല ഇടിച്ചോടാ അവിടെ ഇരി. അവിടെ വെച്ച് മണം അടിക്കുന്ന നമുക്ക് സാധനം വയ്ക്കാം. അതെ അടിപൊളി. എന്തോ എൻ്റെ പേര് ഞാൻ എപ്പോഴും ഹെവൻസ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ ഒരു പെർഫ്യൂമാണ് കാറിനകത്തൊക്കെ ഞാൻ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നത്. മുമ്പിലൊരു എണ്ണം ഉണ്ടായിരുന്നില്ല, വേറെ എണ്ണം പഴയത് അതേ ഇരിക്കുന്നത്. ഇത് പ്രോഡക്റ്റ് തീർന്നു പോയി. ഞാനിത് പരസ്യമൊന്നുമല്ല, ഞാൻ വണ്ടിക്കകത്ത് ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ അതിന് വേണ്ടി ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. ഇത്തരം ഈ ഹെവൻസിൻ്റെ ബ്രാൻഡിൻ്റെ നല്ല നല്ല നാച്ചുറൽ സ്മെല്ലടിക്കുന്ന ഒരു സാധനമാണ്. മണമുണ്ടോ? മണമുണ്ടോ? എന്തേ മണം വെച്ച് നോക്കിയാൽ മണമുണ്ട്. അപ്പോൾ ഈ ഹെവൻസ് ബ്രാൻഡ് ഈ സാധനം വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു പിന്നെ തൂക്കിയിടുന്നൊരു സാധനം കൂടെ കാണണമല്ലോ. എന്ത് ചെയ്ത് ഇതുപോലത്തെ കാറിനകത്തൊക്കെ തൂക്കിയിടാൻ പറ്റുന്ന ഒരു നല്ല സ്മെല്ല് കിട്ടുന്നൊരു സാധനം വേൾഡ് ട്രേഡ് എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റാണ്. ഹെവൻസ് എന്നാണ് ഈ സാധനത്തിൻ്റെ പേര്. ഞാൻ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ഇത് വേണമെന്നുണ്ടെങ്കിൽ താല്പര്യം ഉണ്ടെങ്കിൽ മേടിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. നമ്പർ എന്ത് വേണ്ട 70 25 75 59 29 7025755929 എന്ന നമ്പറിൽ വിളിച്ചാൽ ഈ ഹെവൻസ് ബ്രാൻഡ് കാറിൻ്റെ പെർഫ്യൂം എയർ ഫ്രഷ്നസ് കിട്ടും. അപ്പോൾ എല്ലാവരും പറ്റുമെന്നുണ്ടെങ്കിൽ ഇതൊക്കെ മേടിക്കുക. നമ്മൾ ഉപയോഗിക്കുന്നതാണ്, അത് ഒന്ന് കാണിച്ചെന്നേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ സബ്കി ഫിഷിങ് ചെയ്ത് മീൻ പിടിക്കുന്നത് പക്ക ഉറപ്പായിട്ട് മീൻ പിടിച്ചിട്ടേ ഞാൻ വരുത്തുള്ളൂ. അപ്പോൾ ഇത് ലൈവ് പിടിക്കുന്നത് ഞാൻ എൻ്റെ വീഡിയോയ്ക്കകത്ത് എഡിറ്റിംഗ് ഇല്ല. അതുകൊണ്ട് ഇനി മീൻ പിടിക്കുന്നത് നെക്സ്റ്റ് വീഡിയോയ്ക്കകത്ത് പക്ക ഇന്ന് ഞാൻ മീൻ പിടിച്ചിട്ടേ വരും. ഓക്കെ, അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സ്പ്രേ മേടിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ആ പറഞ്ഞ നമ്പറിൽ ഏത് നമ്പറാണ് ഞാൻ മറന്നുപോയി. അപ്പോൾ ആ നമ്പറിൽ നിങ്ങൾ വിളിച്ച് അദ്ദേഹത്തിനെ കോൺടാക്ട് ചെയ്യുക. താങ്ക് യു, ബൈ.